ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ സിംസാമിൽ പോയിട്ടുണ്ട് എന്ന്. കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു സ്പോട്ടാണ് സിംസാം. ഇൻഡോർ പ്ലേ ഏരിയ ആണ് കേട്ടോ ഇത്. അത്യാവശ്യം കുട്ടികൾക്ക് കളിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ട് എന്ന് തന്നെ പറയാം. ഭയങ്കരമായിട്ടുണ്ടോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല. പക്ഷെ അത്യാവശ്യം നമുക്ക് കളിക്കാൻ പറ്റുന്ന 1 മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ധാരാളം ഗെയിം ആക്ടിവിറ്റീസ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ കാര്യമായിട്ടൊന്നും ഇത് എക്സ്പ്ലോർ ചെയ്യാറില്ല. ഒന്നോ രണ്ടോ തവണ ഒരു വർഷത്തിൽ കൂടി പോയാൽ 3-4 തവണ ഇത്രയാണ് അവിടെ പോവാറുള്ളത്. കാരണം നമ്മുടെ വീട്ടിൽ നിന്ന് പാലക്കാട്ടിലോട്ട് പോവാന്ന് പറയുന്നത് തന്നെ ഒരു യാത്രയാണ്. കാരണം ഏകദേശം 10-20 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് പാലക്കാട് ടൗൺ എത്തണമെങ്കിൽ. എന്നിട്ട് സിംസാമിന് വേണ്ടി മാത്രം പോവാന്ന് പറയുമ്പോൾ അത് നഷ്ടമാണ്. കാരണം നമ്മൾ ഈ 1 മണിക്കൂർ പ്ലേ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് പോവാന്ന് പറയുന്നത്. പക്ഷെ ഞങ്ങൾ പോവാറുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ. മോള് ഒരുപാട് നമ്മളിങ്ങനെ സിംസാം എന്ന് ഓർമ്മ വരുമ്പോൾ കുറേ പറയും പോവാന്ന് പറയും. അപ്പൊ നമ്മള് ശരി എന്ന് പറഞ്ഞിട്ട് എപ്പോഴെങ്കിലും പോവാറുണ്ട്. ഇപ്പൊ വെക്കേഷനിൽ ഞങ്ങൾ ഒരു തവണ പോയി. ഇതിനു മുമ്പ് അത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു തവണ പോയി. ഇനിയിപ്പോ ഓണം വെക്കേഷൻ അതുപോലെ ക്രിസ്മസ് വെക്കേഷൻ ഇങ്ങനെയുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇടയ്ക്കൊരു ഒക്കേഷൻ ഇങ്ങനെ ഒരു 3-4 തവണയാണ് ഒരു വർഷത്തിൽ നമ്മൾ പോവാറുള്ളത്. അവിടുത്തെ അവർലി റേറ്റ് 1 മണിക്കൂറിനുള്ള റേറ്റ് എന്ന് പറയുന്നത് 450 രൂപയാണ്. 2 മണിക്കൂറിന് 550 രൂപ. ഇനി അല്ല 1 മണിക്കൂർ എടുത്തിട്ട് ഒരു എക്സ്ട്രാ 1 മണിക്കൂറും കൂടെ പ്ലേ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ 100 രൂപ എക്സ്ട്രാ പേ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അവിടുത്തെ സ്റ്റാഫൊക്കെ നല്ല ഫ്രണ്ട്ലി ആണ്. അവരെ കുട്ടികളെ കളിപ്പിക്കുകയൊക്കെ ചെയ്യും. പിന്നെ വേറൊരു കേസ് എന്താ വെച്ചാൽ നമുക്കും അതിൻ്റെ ഉള്ളിലോട്ട് കടക്കാൻ പറ്റും. സോക്സ് ഇടണം എന്നുള്ളത് ഒരു നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. നമ്മളും സോക്സ് ഇടണം, കുട്ടികളും സോക്സ് ഇടണം. സോക്സിന് 50 രൂപയോ മറ്റോ ആണ് അവിടുത്തെ റേറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഏറ്റവും ഞാൻ പ്രിഫർ ചെയ്യുന്നത് നമ്മൾ വീട്ടിൽ നിന്ന് ഇട്ടിട്ട് പോകാനാണ്. കാരണം അവിടെ നിന്ന് കിട്ടുന്ന സോക്സ് എന്ന് പറയുന്നത് അടിയിൽ ഒരു പ്രിന്റഡ് പോലുള്ള ഒരു എക്സ്ട്രാ ഫിറ്റിങ്സ് പോലുള്ള ഒരു ഗ്രിപ്പ് ഉള്ള ഒരു സോക്സ് ആണ് കിട്ടാറുള്ളത്. നമുക്ക് പിന്നീടുള്ള പർപ്പസിന് ഇടാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. നമ്മൾ ഇടാറില്ല. പക്ഷെ മോൾക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് ആ സോക്സ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു തവണയോ മറ്റോ ഇതുപോലെ ശോഭ സിറ്റി മോളിലാണ് സിംസാം ഉള്ളത്. അവിടെ പോയപ്പോൾ ഒരു തവണ മേടിച്ചിട്ടുണ്ടായിരുന്നു സോക്സ്. അതുപോലെ ഇവിടെ വന്ന സമയത്തും ഒരു തവണ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് ഇട്ടിട്ട് പോവാറാണ് പതിവ്. ഒരു തവണയും കൂടെ പോയിട്ടുള്ളൂ കേട്ടോ, പതിവ് എന്ന് പറയാനില്ല. പിന്നെ അവിടെ ഓഫർ ഒക്കെ ഉണ്ടായിരുന്നു. അതായത് 2000 രൂപയ്ക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ 40 മിനിറ്റ് എക്സ്ട്രാ അങ്ങനെ അൺലിമിറ്റഡ് ആയിട്ടുള്ള വാലിഡിറ്റി ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ അതൊന്നും എടുത്തില്ല കേട്ടോ. പിന്നെ പാരന്റ്സിനും എത്ര പേർക്ക് വേണമെങ്കിലും അതിൻ്റെ ഉള്ളിൽ ഇരിക്കാം. അതിൻ്റെ ഉള്ളിൽ കുട്ടികളുടെ കൂടെ അക്കമ്പനി ചെയ്യാം. കളിക്കാൻ പറ്റില്ല. കളിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ നമുക്ക് കളിക്കേണ്ട കാര്യങ്ങളൊന്നും അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അവരുടെ കൂടെ അക്കമ്പനി ചെയ്യാം. അവരെ കളിപ്പിക്കാൻ പറ്റും. വളരെ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ഒരു പേടി വേണ്ട. നമ്മുടെ കുട്ടിയെ നമ്മൾ തന്നെ കളിപ്പിക്കുന്ന ഒരു പരിപാടി ഉണ്ടാവും. പക്ഷെ ശോഭ സിറ്റി മാളിൽ അങ്ങനെയല്ല, തൃശ്ശൂരുള്ളത് അങ്ങനെയല്ല എന്നാണ് എൻ്റെ അറിവ്. ഞാൻ ഉള്ളിൽ കയറിയിട്ടില്ല കേട്ടോ അവിടെ. പക്ഷെ ഇവിടെ നമുക്കും കൂടെ കയറാൻ പറ്റും. എന്നിട്ട് അവിടെ പോയി ഇരിക്കുക, അത്രയേ ഉള്ളൂ. കണ്ടോ, അവിടുത്തെ സ്റ്റാഫും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഭയങ്കര ഫ്രണ്ട്ലി ആണ്. അവര് കുട്ടികളെ നന്നായി തന്നെ കളിപ്പിക്കുന്നുണ്ട്. അവിടെ പോയിട്ട് മിണ്ടാതെ അവിടെ നമുക്ക് പോയി ഇരുന്നാലും കുഴപ്പമില്ല. ഭയങ്കര നല്ല കാമായിട്ടുള്ള ഒരു ഏരിയ ആണ്. കുട്ടികൾ ഇങ്ങനെ കളിക്കും. ചെറിയ ചെറിയ കുട്ടികളൊക്കെ നല്ല രസമാണ് കേട്ടോ കാണാൻ. അപ്പോൾ നമ്മളിങ്ങനെ അവരെ നോക്കിയിട്ട് ഇങ്ങനെ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാനും നമുക്ക് ഭയങ്കര നല്ല രസം ഉണ്ടാവും. അപ്പൊ ഏതൊക്കെയോ കുട്ടികൾ വന്ന് എന്നോട് ഇങ്ങനെ എൻ്റെ കയ്യിലൊരു ബലൂൺ ഉണ്ടായിരുന്നു, അത് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് എന്നോട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ കുറച്ചൊക്കെ കളിപ്പിക്കാൻ നോക്കി. പിന്നെ ഞാൻ കൊടുത്തു. പാവങ്ങൾ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കൊടുത്തു. അപ്പോ അങ്ങനെ അല്ല, അതിൽ എന്നോട് എൻ്റെ മോള് പിണങ്ങിട്ടോ. കാരണം അവൾ എൻ്റെ കയ്യിൽ പിടിക്കാൻ തന്നിട്ടുള്ള ബലൂണാണ് ഞാൻ ആ കുട്ടികൾക്ക് കൊടുത്തത്. അപ്പോൾ അതാണ് സിംസാമിന്റെ വിശേഷം. പക്ഷെ നമ്മൾ കുട്ടികളുള്ളവരാണെങ്കിൽ നമുക്ക് നിർബന്ധമായിട്ടും ഒരിക്കലെങ്കിലും പോകാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ. കുട്ടികൾക്ക് നല്ല ആക്ടിവിറ്റിക്കുള്ള, അതായത് നിങ്ങളുടെ കുട്ടി മോൾ എങ്ങനെയാ വെച്ചാൽ, എൻ്റെ മോള് പേഴ്സണലി ഇൻഡോർ ഗെയിംസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഔട്ട്ഡോർ ഗെയിംസ് അവൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല. പക്ഷെ ഞങ്ങളത് മാറ്റാൻ നോക്കുന്നുണ്ട്. അതൊരു നെഗറ്റീവ് വശമാണെന്ന് എനിക്കറിയാം. പക്ഷെ ഞങ്ങളത് മാറ്റാൻ നോക്കുന്നുണ്ട്. എന്നാലും അവളുടെ ഇഷ്ടം ഏരിയ ഇങ്ങനെ AC റൂമൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് കളിക്കുക എന്ന് പറയുന്നതാണ്. എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളത് ഇവിടെ AC ഒന്നും അല്ല കേട്ടോ, ഫാനാണ്. പക്ഷെ നല്ല തണുത്ത കൂളായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരിക്കും. പോകുമ്പോൾ ഒരു വാട്ടർ ബോട്ടിലൊക്കെ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. കാരണം അവിടെ വാട്ടർ ബോട്ടിൽ ക്യാനൊന്നും ഞാൻ കണ്ടില്ല, അതുകൊണ്ട് പറഞ്ഞതാണ്. കുട്ടികൾക്ക് സ്നാക്സ് ഒക്കെ കൊണ്ടുപോകാം, പക്ഷെ അവിടെ ആവാണ്ടൊക്കെ കൊടുക്കണം. അപ്പൊ പിന്നെ കുട്ടികൾ കളിക്കുന്നതിന്റെ ഇടയിൽ അത് കഴിക്കാനും താല്പര്യപ്പെടില്ലല്ലോ. വല്ല ചോക്ലേറ്റോ ബിസ്ക്കറ്റോ പോലുള്ളതൊക്കെ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോ അത്രേ ഉള്ളൂ. വരുന്ന വഴിക്ക് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഞാവലമ്പഴമൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. ഞാവൽപ്പഴം, ഞങ്ങൾ അതിന് ഞാവലമ്പഴം എന്നാണ് പറയാറുള്ളത് പാലക്കാട്ടിൽ. എനിക്കറിയില്ല എത്ര പേര് അങ്ങനെ പറയാറുണ്ട്. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ.